ആരാണ് മദീനയിൽ നിന്നല്ല ലോകത്ത് പിന്നെ ബാങ്ക് കൊടുത്തിട്ടേ ഇല്ല. റസൂലുള്ള വഫാത്തായതിന്റെ ശേഷം ബാങ്ക് തന്നെ നിർത്തി. എന്തേ? ഹുബ്ബൻ ലിറസൂലില്ലാഹ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ബാങ്ക് കൊടുക്കുന്നവനേക്കാളും നല്ല വചനം പറയാൻ ആരുണ്ട് എന്ന് അള്ളാന്റെ കലാമ് കൊണ്ട് അള്ളാഹു ചോദിച്ചതാണ്. ബാങ്ക് കൊടുക്കുന്ന പണി നിസാര പണിയല്ല. ലൗലാ അലയ്യൽ ഖിലാഫത്തു ലകുൻതു മുഅദ്ദിനൻ ഫീ മസ്ജിദ് റസൂലില്ലാഹ്. എനിക്ക് ഖലീഫ പട്ടം കിട്ടുമായിരുന്നില്ലെങ്കിൽ, എന്നെ ജനങ്ങൾ പിടിച്ച് ഖലീഫ ആക്കില്ല എങ്കിൽ ഞാൻ റസൂലുള്ളാഹിന്റെ പള്ളിയിലെ ഒരു ബാങ്ക് കൊടുക്കുന്ന ജോലി ഏറ്റേനെ. ഞാൻ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന പണി ഏറ്റെടുത്തേനെ എന്ന് പറഞ്ഞതാരാണ്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ആത്മാർത്ഥമായി ശമ്പളം മോഹിക്കാതെ, ശമ്പളം കമ്മിറ്റി തരട്ടെ തരാതിരിക്കട്ടെ, നമ്മുടെ ചിന്ത നല്ലതാണ്. അല്ലാഹ്ക്ക് വേണ്ടി ബാങ്ക് വിളിക്കുക. ശമ്പളം നോക്കിയല്ല ആരും ബാങ്ക് വിളിക്കുന്നത്. അല്ലാഹുവേ, നമ്മുടെ ഈ നാട്ടിലും ബാങ്ക് വിളിച്ചിരുന്ന ഒരു പാവം ഒരു ഉസ്താദ് കഴിഞ്ഞ ദിവസം പോയി കണ്ടു. അഷ്റഫ് ഉസ്താദിന്റെ ബാപ്പ വല്ലാത്ത കിടപ്പാണ്. ശിഫാ നൽകണേ റബ്ബേ. പാവം ഒരുപാട് കാലം ബാങ്ക് കൊടുത്ത മനുഷ്യനാണ്. ആരൊക്കെ ബാങ്ക് കൊടുത്തിട്ടുണ്ടോ? ഒരു ബാങ്കും നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. എല്ലാവർക്കും ഹബീബായ നബി തങ്ങളെ കൊണ്ട് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ട് ഡമാസ്കസിലേക്ക്, സിറിയയിലേക്ക് പോയി. ബിലാൽ മദീന വിട്ടു. കാരണം റസൂലുള്ളാഹി ഇല്ലാത്ത മെഹ്റാബ് കാണാൻ കഴിയുന്നില്ല. കരയുകയാണ്. എന്റെ റസൂലില്ലാത്ത പള്ളിയിൽ ബാങ്കിന്റെ പണി എനിക്ക് കഴിയില്ല. ബിലാൽ സിറിയയിലേക്ക് പോയി. ഒരു വർഷം കഴിഞ്ഞു റസൂലുള്ള വഫാത്തായി. ഒരു വർഷം കഴിഞ്ഞിട്ടും മദീനയിൽ വന്നില്ല. കാരണം മദീനയിൽ നിൽക്കാനുള്ള കെൽപ്പ് നബിതങ്ങളില്ലാത്ത മദീന കാണാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. മഹബത്ത് തലയിൽ കയറിയപ്പോ ബാങ്ക് ഒഴിവാക്കുകയാണ്. അവരെ തിരുത്താൻ പറ്റുന്ന ഒരു ആൺകുട്ടി ലോകത്ത് ഇല്ലേ ഇല്ല. ഒരു വർഷം കഴിഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുകയാണ്. ബഹുമാനപ്പെട്ട അല്ലാമ ഹാഫിദ് സുംഹൂദി തന്റെ വഫാഉൽ വഫാ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ മദീനയുടെ ഹിസ്റ്ററി വിവരിക്കുന്ന ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന കിതാബിൽ എഴുതി വെച്ചത് കാണാം. മുസ്തഫ നബി തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാ ഹാദിഹിൽ ജഫവതു യാ ബിലാൽ അമാ ആന ലക അൻ തസൂറനി യാ ബിലാൽ. ഇനക്കെന്തേ എന്നോടൊരു പിണക്കം ബിലാലെ? ഞാൻ വഫാത്തായിട്ട് ഒരു വർഷമല്ലോ, പിന്നെ നീ എന്റെ റൗളയിൽ വന്നില്ലല്ലോ, എന്നെ സിയാറത്ത് ചെയ്തില്ലല്ലോ, മദീനയിലേക്ക് വന്നില്ലല്ലോ. ഞാൻ എന്തേ നിന്നോട് ചെയ്തത്? നിനക്കെന്തേ എന്നോടൊരു പിണക്കം? ആ ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നുകൊണ്ട് ഇതാ ചാടി എഴുന്നേറ്റ് ഒട്ടകത്തെ ശരിയാക്കി ഷാമിൽ നിന്ന് മദീനയിലേക്ക് പാതിരാത്രി പുറപ്പെടുന്നു. മരുഭൂമികൾ താണ്ടിയിട്ട് മദീനയിലേക്ക് വരുന്നത് കണ്ടപ്പോ, ഇന്നത്തെ മസ്ജിദുൽ ഖുബാ നിൽക്കുന്ന ഭാഗത്ത് എത്തിയപ്പോ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ പ്രിയപ്പെട്ട രണ്ട് മക്കള് ഹസനും ഹുസൈൻ, മുസ്തഫ നബി തങ്ങളുടെ അരുമ രണ്ട് പേരമക്കള് ഇതാ ബിലാൽ തങ്ങളുടെ രൂപം നിഴല് അങ്ങകലേ നിന്ന് വരുന്നത് കാണുന്നു. ആ കറുകറുത്ത കാപ്പിരിയായ ആഫ്രിക്കൻ വനാന്തരത്തിൽ നിന്ന് വേട്ടയാടി പിടിച്ച് ഉമയ്യത്തിന്റെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റപ്പോ 400 വെള്ളിക്ക് വില കൊടുത്ത് വാങ്ങിയിട്ട് മോചിപ്പിച്ചു സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ്. മദീനയിലെ പൂങ്കുഴിയിൽ മഹാനായ ബിലാൽ ഇബ്നു അബീ റബാഹ് ആ നടത്തം കണ്ടപ്പോ, ആ വരവിന്റെ ആംഗ്യം കണ്ടപ്പോൾ ഇതാ ഓടി വരികയാണ്. യാ ബിലാൽ, യാ ബിലാൽ.
ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം മുതൽ ഊര വരെ നോക്കിയാൽ മുസ്തഫ നബി തങ്ങളുടെ അതേ രൂപം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അരന്റെ താഴോട്ട് കാല് വരെ നോക്കിയാൽ മുസ്തഫ നബിയുടെ രൂപം തന്നെയാണ്. ഈ രണ്ട് പുന്നാര മക്കള് ബിലാൽ ബിലാൽ എന്ന് പറഞ്ഞപ്പോ ഒട്ടകപ്പുറത്തിന് താഴെ ഇറങ്ങിയിട്ട് ആ പുന്നാര മക്കളെ കയ്യിൽ മോട്ടിയെടുത്ത് മാറോട് ചേർത്ത് വെച്ച് നടന്നു വരുന്നു. മദീനയിലേക്ക് നടന്നു വരുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വക്കത്തിരുന്നുകൊണ്ട് മദീനക്കാരോട് ചങ്ക് കീറി പറയാ, ഹാദാ ബിലാൽ, നമ്മുടെ ബിലാൽ മടങ്ങി വന്നു, വല്ലിപ്പാന്റെ മുഅദ്ദിന് മടങ്ങി വന്നു, ഞങ്ങളെ ഉപ്പൂപ്പാന്റെ മുഅദ്ദിന് മടങ്ങി വന്നു. ഇനി നമുക്ക് സന്തോഷമായല്ലോ. ഇതുകൂടെ കേട്ടപ്പം ബിലാലിന്റെ നിയന്ത്രണം പോയി പൊട്ടി പൊട്ടി കരയുകയാണ്. ആണും പെണ്ണും പുരുഷാരും മദീനയിൽ തടിച്ചു കൂടുകയാണ്. ബിലാൽ, അസറിന്റെ ബാങ്ക് ഇന്ന് നിങ്ങൾ കൊടുക്കണേ. എത്ര കാലമായി ബിലാൽ ആ പീഠം ഒഴിഞ്ഞു കിടക്കുന്നു. ബിലാൽ, നിങ്ങളില്ലാത്ത ബാങ്കിന് ഹരമില്ല ബിലാൽ, നിങ്ങളില്ലാത്ത മദീനക്ക് വെളിച്ചമില്ല ബിലാൽ. ബാങ്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞപ്പോ രണ്ട് മക്കളും ഒക്കത്തിരുന്ന് പറയാണ്, ബിലാൽ, ഞങ്ങൾക്കൊന്ന് ബാങ്ക് കൊടുക്കുമോ എന്ന് പുന്നാര പൈതം മക്കള് പറഞ്ഞപ്പോ അവിടെ തോറ്റുപോയി. എന്റെ നബിയെ കാണുന്നതിന് തുല്യമായി ഈ രണ്ട് മക്കളും പറഞ്ഞപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. തീക്കാറ്റ് പോലെ മദീനയിൽ വാർത്ത പരന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്ത് അസറിന്റെ ബാങ്കിന് വേണ്ടി തിരിഞ്ഞു നിന്നു. നേരെ മുന്നിലേക്ക് നോക്കിയാൽ 1 വർഷം മുമ്പ് ബാങ്ക് കൊടുത്താൽ ഇനി ഇഖാമത്ത് കൊടുത്തോ എന്ന് പറഞ്ഞ് കയറി വരുന്ന റസൂലുള്ള കിടക്കുന്ന റൗളയാണ്. കാല് വിറച്ചിട്ട് കയറാൻ കഴിയുന്നില്ല. ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ച് 4 പാടും നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടെങ്കിലും കൊടുക്കണ്ടെന്ന് പറയട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷെ ആരും പറയുന്നില്ല. ചെവിയിൽ വിരല് വെച്ച് ഇതാ വിളിക്കുന്നു, അല്ലാഹു അക്ബർ. ആ കുയിലിന്റെ സ്വരം മദീനയിൽ മുഴങ്ങിയപ്പോ മദീനയിൽ റൊട്ടി ചുടുന്ന ഉമ്മമാർ ഇതാ ഓടി വരികയാണ് മദീനത്തേക്ക്. റസൂലുള്ള ഖബറിന്ന് വീണ്ടും എഴുന്നേറ്റോ. എന്താണ് ഇവിടെ നടക്കുന്നത്? വിട്ടുപോയ ബിലാൽ വന്നോ? നബി വീണ്ടും എണീറ്റോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീന അങ്ങാടിയിലുള്ള ഓരോ ആളുകളും കരയുകയാണ്, ആർത്താർത്ത് കരയുകയാ. ഈ ബാങ്കിന്റെ സ്വരാതിരി കേട്ടുകൊണ്ട് കരയുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ഫഖറ മഗ്ശിയൻ അലൈഹി. ആ പീഠത്തിന്റെ മുകളിൽ നിന്ന്